എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ. യേശുദേവൻ്റെ പുനരുത്ഥാനം ആഘോഷിക്കുന്ന ഈസ്റ്ററിൻ്റെ ഈ വേളയിൽ അപ്പോൾ ഈസ്റ്ററിൻ്റെ ഒരു മെനു അത് എൻ്റേതായ രീതിയിൽ ഞാൻ ചെയ്യുന്ന രീതിയിലും എൻ്റെ റെസിപ്പികളെ വെച്ചൊക്കെ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത് കേട്ടോ. അപ്പം നേരത്തെ ഞാൻ ഇതേപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 2 വർഷം മുന്നേ. അത് ഒരുപാട് പേർക്ക് അന്ന് പ്രയോജനം ചെയ്തായിരുന്നു. ഈസ്റ്റർ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്ന ആ രീതികളൊക്കെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈസ്റ്റർ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം അങ്ങനെ കള്ളപ്പം ഇല്ലേ, അതൊക്കെയാണ് എല്ലാവരും തയ്യാറാക്കുന്നത്. അപ്പോൾ പാലപ്പം വെള്ളയപ്പം ഇതിൻ്റെ അകത്ത് വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറയുന്ന അതായത് നല്ല ടേസ്റ്റിയായിട്ട് റെസിപ്പികളും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരുക്കം ഏതൊക്കെ രീതിയിലാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒറ്റ ലിങ്കിൽ കൊടുക്കാം. ഈസ്റ്റർ റെസിപ്പീസ് എന്നും പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ക്രിയേറ്റ് ചെയ്ത അതിനകത്ത് കുറച്ച് റെസിപ്പീസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളത് ഫോളോ ചെയ്താൽ മതി കേട്ടോ. അപ്പം പാലപ്പം അല്ലെങ്കിൽ വെള്ളയപ്പം എന്നിട്ട് ഞാൻ വെള്ളയപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, പാലപ്പത്തിൻ്റെ ഇട്ടിട്ടില്ല കേട്ടോ, സോറി. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെയും അല്ലെ പാലപ്പത്തിൻ്റെ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ മപ്പാസാണ്. ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി ഇനി നിങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ ആ റെസിപ്പി മറക്കത്തില്ല. നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നൊരു റെസിപ്പിയാണ് കേട്ടോ, പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സാധാരണ ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി അങ്ങനെയൊന്നുമല്ല, പെരുംജീരകം ചേർത്തോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നുമല്ല ഉണ്ടാക്കുന്നത്. ഇത് എൻ്റേതായ സ്റ്റൈലിലാണ്. ചിക്കൻ മപ്പാസൊക്കെ സാധാരണയായിട്ട് ഓതൻറ്റിക്കായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഗരം മസാല ഇടുന്നത്. അപ്പം ഞാൻ എൻ്റെ റെസിപ്പി ചിലതൊക്കെ മോഡിഫൈ ചെയ്തെടുക്കുമ്പോൾ അങ്ങനെ എന്നിട്ട് പെരുംജീരകമൊക്കെ ചേർത്തതേ ഉള്ളൂ കേട്ടോ. അത് അറിയാൻ പറ്റാത്ത ഒരുപാട് പേര് കാണും. പിന്നെ അപ്പം ചിക്കൻ മപ്പാസ് നിങ്ങൾ അപ്പത്തിൻ്റെ കൂടെ തയ്യാറാക്കാൻ കൊള്ളാം. പിന്നെ ബീഫ് കറി, സാധാരണ ബീഫ് കറി ഇല്ല, അത് ഞാൻ കുറേ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ബീഫ് കറിയും ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ എന്തൊക്കെ റെസിപ്പി ഇട്ടേക്കുന്ന പോലെ ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പം ഞാൻ മൊബൈലിലൊന്ന് നോക്കിയതാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പികളിൽ ഒരു മുട്ടക്കുറുമയുണ്ട്. അപ്പോൾ മുട്ടക്കുറുമ നല്ല ടേസ്റ്റാണ്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപ്പത്തിനൂടെ തയ്യാറാക്കാം. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കുറുമ, ചിക്കൻ മപ്പാസ്, ചിക്കൻ കറി അല്ലെങ്കിൽ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച ചിക്കൻ കറി ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല റെസിപ്പി ഉണ്ട്. അഡിക്റ്റായി പോകുന്നൊരു ചിക്കൻ കറി എന്ന് പറഞ്ഞ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഏത് വെള്ളം കൺഫ്യൂഷൻ ഇല്ലാതെ തയ്യാറാക്കാൻ കേട്ടോ. എല്ലാത്തിനും ടേസ്റ്റ് ഒരുപോലെയാണ്. ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഇതിന് താഴെ കൊടുക്കാം. അപ്പം അതൊക്കെ മതി ബ്രേക്ക്ഫാസ്റ്റിന്. പിന്നെ ലഞ്ചിന് ഒന്നുകിൽ നിങ്ങൾക്ക് നാടൻ ഊണ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ നാടൻ ഊണാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇപ്പം നാട്ടിൻപുറത്തൊക്കെ കൂടുതലും നാടൻ ഊണാണ് തയ്യാറാക്കുക. എപ്പോഴും നാടൻ ഊണിൻ്റെ കൂടെ ഒരു ഒഴിച്ചുകറിയുണ്ട് അമ്മമാർ തയ്യാറാക്കുന്നത്. അതായത് ചെറുപയർ അലകാക്കി പൊടിച്ച് തയ്യാറാക്കുന്നൊരു പരിപ്പ് കറിയുണ്ട്. അത് നിങ്ങൾ അതിൻ്റെ കൂടെ തയ്യാറാക്കാൻ കൊള്ളാം കേട്ടോ, ചോറിൻ്റെ കൂടെ. പിന്നെ അതുപോലെ തന്നെ ഒരു എരിശ്ശേരിയുണ്ട്, കായ ചേർത്തൊരു എരിശ്ശേരി. അത് ഇച്ചിരി നീട്ടിയെടുക്കുന്ന കറിയാണ്, അതും എന്നോട് ഒഴിച്ചു കറിയായിട്ട്. പിന്നെ ഒരു പപ്പടം. അപ്പോൾ ഒഴിച്ചു കറിയും പപ്പടം ആയേ. പിന്നെ ഈസ്റ്റർ അല്ലേ അമ്മ, ഈസ്റ്റർ ഇഞ്ചിക്കറി കൂട്ടാമോ? വേണ്ട. ഈസ്റ്ററിന് വേറെ എന്തൊക്കെയാ മീൻ നാടൻ ഊണിൻ്റെ കൂടെ? ഇറച്ചി മീനും, പിന്നെ മോരുകറി, പരിപ്പ് കറി, എരിശ്ശേരിയോ? എരിശ്ശേരിയൊക്കെ ഞാൻ പറഞ്ഞു, അല്ല മമ്മിയുടെ അഭിപ്രായം ചോദിച്ചതാണ്. പിന്നെ ഒരു ബീഫ് ഫ്രൈയും. ബീഫ് ഫ്രൈ എന്ന് പറയുമ്പം അത് ഒന്നുകിൽ ബീഫ് വരട്ടിയത് എടുക്കാം, അല്ലെങ്കിൽ ബീഫ് നല്ലതുപോലെ ഫ്രൈ ആക്കി ഡ്രൈ ഫ്രൈ ചെയ്യാം. അതും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിൽ നല്ലൊരു ബീഫ് ഉലർത്തിയതുണ്ട്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതുപോലെ ഞാൻ ഇന്ന് തന്നെ ഇട്ടിരുന്ന ഒരു ബീഫ് വരട്ടിയതുണ്ട്, അതും സൂപ്പർ ടേസ്റ്റാണ്. അത് നാട്ടിലൊക്കെ ഇറച്ചിയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഒഴിച്ചുകറി, പരിപ്പ് കറിയുടെ കൂടെ തന്നെ മോരുകറിയും, നല്ല നാടൻ മോരുകറി, അതും ഒഴിച്ചുകറിക്ക് നമ്മൾ രണ്ടാമത് എടുക്കുന്നതാണ് ഒരു ഒഴിച്ചുകറിയായിട്ട് മോരുകറി കേട്ടോ. ആദ്യം നമ്മൾ പരിപ്പ് കറിയും പപ്പടവും അതാണ് കഴിക്കുന്നത്. പരിപ്പ് കറി കൂടുതൽ ആൾക്കാരും എടുക്കുന്നത് എരിശ്ശേരിയാണ്, പിന്നെ കുറച്ച് പേരേ ഉള്ളൂ ഈ പരിപ്പ് കറി എടുക്കുന്നത്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പിന്നെ ഇതിൻ്റെ സൈഡായിട്ട് മീൻ കറിയും മീൻ വറുത്തതും വരും. അത് രണ്ടും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. മീൻ കറി ഏതെല്ലാം വെറൈറ്റി വേണമെങ്കിലും ഇട്ടിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ മീൻ വറുത്തത്.
അപ്പം മീൻ വറുത്തത് സ്പെഷ്യൽ ചേരുവയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റിൽ വേണം പൊരിച്ചെടുക്കാൻ. അപ്പം മീൻ വറുത്തതുമായി മീൻ കറിയായി. പിന്നെ ഇനി അപ്പം ഇറച്ചിയായി, മീനായി, മീൻ വറുത്തതായി. ചോറിൻ്റെ കൂടെ അല്ലേ ഒരു മാങ്ങാച്ചാർ, ഒരു കടുമാങ്ങ മതി, അതും കൂടെ അതിൻ്റെ കൂടെ അച്ചാറായിട്ട്. പിന്നെ ചള്ളാസ്. അപ്പോൾ ചള്ളാസ് എന്ന് പറയുമ്പം ഞാൻ ചള്ളാസ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നും. ചള്ളാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഞാനൊരു കോക്കനട്ട് ഓയിൽ സാലഡ് എന്ന് പറഞ്ഞൊരു ഉള്ളിയൊക്കെ ചേർത്തൊരു സാലഡ് ഇട്ടുണ്ട്. അത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തൈര് ചേർത്തൊരു സാലഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി, ഞാൻ ഈ പ്ലേലിസ്റ്റിലെല്ലാം ആഡ് ചെയ്യാം. പിന്നെ വേറെന്താ, കട്ട്ലേറ്റ്, ചിക്കൻ കട്ട്ലേറ്റ് ആണ് അല്ലെങ്കിൽ ബീഫ് കട്ട്ലേറ്റ്. ഒരു കട്ട്ലേറ്റ് എൻ്റെ സൈഡായിട്ട്, ചോറിൻ്റെ സൈഡായിട്ട് തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ മീനായി, ഇറച്ചിയായി, മീൻ വറുത്തതായി, ഒരു തോരൻ വേണം ഇനിയല്ലേ. തോരൻ ഏറ്റവും ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വാഴക്കയില്ലേ, അതായത് നേന്ത്രക്ക, അതിൻ്റെ തോരൻ. അതിൻ്റെ കൂട്ടത്തിൽ പയർ, ചെറുപയറോ അല്ലെങ്കിൽ വൻപയറോ ചേർത്ത് ഒരു തോരൻ വെച്ചാൽ മതി. നല്ല ചൂടുണ്ട് കേട്ടോ, കാറ്റും ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ നീളം പയറല്ലേ, ഒടിയൻ പയർ, അച്ചിങ്ങ പയർ എന്നൊക്കെ പറയത്തില്ല, ആ പയർ ചേർത്ത് അതിൻ്റെ ഒരു തോരന്, അത് നല്ല ടേസ്റ്റാണ്. അതാണ് തോരൻ. പിന്നെ പച്ചടി, ഈസ്റ്ററിൻ്റെ ഊണായാലും ക്രിസ്മസിൻ്റെ ഊണായാലും ഈ ഒരു പച്ചടി അതിൻ്റെ കൂട്ടത്തിൽ നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചടി എടുത്ത് വെറും പച്ചടി വെച്ചാൽ മതി, ഇഞ്ചിയൊക്കെ ചേർത്തുള്ള വെറും പച്ചടി വെച്ചാൽ അതിനായിരിക്കും സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ ഇരിക്കട്ടോ അമ്മേ. അപ്പോൾ ഇങ്ങോട്ട് നോക്കി, ചോറ് ഇങ്ങോട്ട് നോക്ക്. നമ്മൾ നാടൻ ഊണിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ചോറ്, മീൻകറി, മീൻ വറുത്തത്, പിന്നെ മോര് കറി, പരിപ്പ് കറി, എനിക്ക് പയറ് തോരന്, കേക്കമ്മ പയറ് തോരന്, ഞാൻ പയറ് തോരനും കായത്തോരനും പറഞ്ഞു. പിന്നെ ഒരു പച്ചടി, വെറും പച്ചടി, ഇഞ്ചിപ്പച്ചടി ഇല്ലേ, ഇഞ്ചിപ്പച്ചടി, മീൻ കറി, മീൻ വറുത്തത്, ബീഫ് ഫ്രൈ, എരിശ്ശേരിയും, പിന്നെ എരിശ്ശേരിയും, പിന്നെ എന്തുമായിരുന്നു, മോര് കറി അല്ലെങ്കിൽ പരിപ്പ് കറി. സാമ്പാറും ഉണ്ടവർക്ക് സാമ്പാറും എടുക്കാം, രണ്ടാമതൊക്കെ ചോറ് കഴിക്കുമ്പോൾ സാമ്പാറും എടുക്കും. ഇത്രയാണ് നാടൻ ഊണിൽ. ഇനി അതല്ല, ബിരിയാണി വേണ്ടവർക്ക് ബിരിയാണി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ബിരിയാണി ഉണ്ട്, പിന്നെ എന്നാ ഫ്രൈഡ് റൈസ് ഇട്ടിട്ടില്ല കേട്ടോ, നെയ്ച്ചോറ് ഇട്ടിട്ടുണ്ട്, ബിരിയാണി ഇട്ടിട്ടുണ്ട്. ഒരു ബിരിയാണിയുടെ സൈഡായിട്ടുള്ള പിന്നെ ചല്ലാസും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് 10 പേർക്കും 5 പേർക്കും ഉള്ള അളവ് പല രീതിയിൽ ഞാൻ റെസിപ്പി ചെയ്ത് നമ്മുടെ ചാനലിലുണ്ട്. പിന്നെ സാധാരണ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ഈ സെയിം, അതായത് ഉച്ചയ്ക്ക് എന്ത് കഴിക്കുന്നത് അത് തന്നെ അങ്ങ് രാത്രിയിലും കഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈസ്റ്ററിന് അങ്ങനെയാണ്, അല്ലാതെ വേറെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ഡെസേർട്ട് എന്തെങ്കിലും ഐറ്റം വേണമല്ലോ. ഞാനിപ്പം നമ്മൾ സാധാരണ പണ്ട് പോലെ ചെയ്തു വന്നിരുന്നത് ഈ ചോറ്, വെറും ചോറിൻ്റെ അകത്ത് കുറച്ച് മോരും, അതായത് പച്ചമോരും, പിന്നെ പഞ്ചസാരയും പഴവും കൂടെ ഞെവിടി കഴിക്കുകയാണ് ഞാൻ. ഇപ്പം കാലം മാറിയപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാലം മാറി, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഫ്രൂട്ട് സലാഡ് വിത്ത് കസ്റ്റാർഡ് അല്ലെങ്കിൽ ഐസ്ക്രീം അങ്ങനെയൊക്കെ ഉള്ള, അതിൽ മാംഗോ പുഡിങ് അങ്ങനെയൊക്കെയുള്ള പുഡിങ്ങുകളൊക്കെയാണ്. ഞാൻ അതിൻ്റെ അകത്ത് ഫ്രൂട്ട് സലാഡ് വിത്ത് കസ്റ്റാർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തയ്യാറാക്കാൻ കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് റെസിപ്പികൾ പറഞ്ഞു. ഒരുപാട് റെസിപ്പികളൊന്നും നിങ്ങൾ ഇപ്പോൾ ഊണായാലും അങ്ങനെ തയ്യാറാക്കണമെന്നില്ല. ഇപ്പം ഒരു പരിപ്പ് കറി, ഒരു മോര് കറി, ചോറ്, പിന്നെ ഒരു പച്ചടി, അല്ലെങ്കിൽ പിന്നെ എന്നാ ഒരു മീൻ കറി, മീൻ വറുത്തത്, ഇച്ചിരി ബീഫ് ഫ്രൈ, അത്രയൊക്കെ മതി. വേണമെങ്കിലൊരു തോരൻ. അപ്പം തന്നെ ഒരു ലഞ്ചിൻ്റെ ഒരു നല്ല സുഭിക്ഷമായൊരു ലഞ്ചായില്ലേ. ഈസ്റ്റർ ലഞ്ച് അതൊക്കെ മതി. നമ്മൾ എന്ത് കുറച്ച് കറി ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന ഈ ഒരു റെസിപ്പികൾ തന്നെ സെലക്ട് ചെയ്ത് തയ്യാറാക്കിയാൽ, അതായത് ഈ ഒരു പ്ലേലിസ്റ്റിൽ കാണുന്ന റെസിപ്പികൾ അതേപോലെ തന്നെ തയ്യാറാക്കുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സും നിറയും, അതുപോലെ തന്നെ നിങ്ങളുടെ വയറും നിറയും, കഴിക്കുന്നവർക്കും ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഗ്യാരണ്ടിയാണ് ടേസ്റ്റിൽ യാതൊരു കോംപ്രമൈസും ടേസ്റ്റിലില്ല. അത്രയ്ക്ക് പെർഫെക്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ക എന്താ പറയുന്ന ഒരു ക്രിസ്ത്യൻ ടേസ്റ്റുള്ള റെസിപ്പികൾ തന്നെയാണ്. അതുപോലെ അതിൽ കുറച്ചും കൂടെ അഡീഷണലായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ചേർത്തിട്ടാണ് ഇതിനെ ടേസ്റ്റാക്കി മാറ്റിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥിരം ഫോളോവേഴ്സിനെല്ലാം അറിയാം. അപ്പോൾ ഞാൻ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും ഇപ്രാവശ്യം ഈ ഒരു ഈസ്റ്ററിന് ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ടേ ഒന്നിനും സമയം കിട്ടത്തില്ല. ഇപ്പം തന്നെ ചർച്ചയിൽ പോകാൻ, ഇപ്പം സമയം എന്തോയും, ഇപ്പം തന്നെ ചർച്ചയിൽ പോകാൻ സമയമായി.
ഒരു 1.5 മണിക്കൂർ നമ്മൾ ചർച്ചിൽ പോകണം. അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് തന്നിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു പ്രയോജനപ്രദമാകും. എനിക്കും ഈസ്റ്റർ ഒരു വീഡിയോ നിങ്ങൾക്ക് തന്നു എന്നുള്ള സന്തോഷം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. ബൈ.